ഒഡീഷയിലെ ജാജ്പൂർ സ്വദേശിയായ 23 വയസ്സുകാരൻ സൗമ്യ രഞ്ജൻ സമാലിന്റെ മരണം വെറുമൊരു കൊലപാതകമായിരുന്നില്ല. മറിച്ച് വിവാഹ ജീവിതത്തിലെ വിശ്വാസവഞ്ചനയുടെയും അതിക്രൂരമായ ആസൂത്രണത്തിന്റെയും പരിസമാപ്തിയായിരുന്നു. കഴിഞ്ഞ ബുധനാഴ്ച രാത്രിയിൽ ഭുവനേശ്വറിലെ പൊതുനിരത്തിൽ വെച്ച് നടന്ന ഈ വെടിവെപ്പ് നാടിനെ ആകെ നടുക്കിയിരിക്കുകയാണ്. തന്റെ ജീവിത പങ്കാളിയും അവൾ പ്രണയിച്ച പുരുഷനും ചേർന്ന് മാസങ്ങളോളം തയ്യാറാക്കിയ ഒരു ഡെത്ത് വാറന്റ് ആയിരുന്നു ഈ വെടിയുണ്ടകൾ. ഈ ദാരുണമായ സംഭവത്തിന്റെ ആധാരശില വിവാഹമോചനത്തിന് സൗമ്യ രഞ്ജൻ സമാൽ വിസമ്മതിച്ചു എന്നതാണ്. തന്റെ ഭാര്യ ശുഭശ്രീ ബെഹ്റയും കാമുകൻ തപൻ ഖില്ലാറും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് അറിഞ്ഞിട്ടും കുടുംബജീവിതം തകരാതിരിക്കാൻ സൗമ്യരഞ്ജൻ ശ്രമിച്ചതായാണ് സൂചനകൾ. എന്നാൽ മറ്റൊരു ജീവിതം സ്വപ്നം കണ്ടിരുന്ന ശുഭശ്രീക്ക് മുന്നിൽ ഭർത്താവ് ഒരു തടസ്സമായി മാറുകയായിരുന്നു. യാതൊരു പ്രകോപനവുമില്ലാതെ രാത്രിയുടെ നിശബ്ദതയിൽ ബൈക്കിലെത്തിയ അക്രമിയാണ് സൗമ്യയെ വെടിവെച്ചത്. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് കൊലയാളി മറ്റാരുമല്ല, ഭാര്യയുടെ മുൻ കാമുകൻ തന്നെയാണെന്ന് ഞെട്ടിക്കുന്ന സത്യം പുറലോകം അറിഞ്ഞത്. ഭാര്യ ശുഭശ്രീ ബെഹ്റ, കാമുകൻ തപൻ ഖില്ലാർ ഉൾപ്പെടെ 5 പേർ നിലവിൽ പോലീസ് കസ്റ്റഡിയിലാണ്. വിവാഹബന്ധങ്ങളിലെ മൂല്യച്യുതിയും നിസ്സാരമായ താല്പര്യങ്ങൾക്കായി ഒരു മനുഷ്യജീവനെ ഇല്ലാതാക്കാൻ മടിക്കാത്ത ക്രിമിനൽ ചിന്താഗതിയും ഈ കേസ് വീണ്ടും ചർച്ചയാകുന്നു. ഒരു കുടുംബം തകരാതിരിക്കാൻ ശ്രമിച്ച യുവാവിനെ അതേ കുടുംബത്തിലെ അംഗം തന്നെ കൊട്ടേഷൻ നൽകി കൊലപ്പെടുത്തിയത് മനുഷ്യത്വത്തിന് നേരെ ഉയരുന്ന വലിയൊരു ചോദ്യചിഹ്നമാണ്. ഒരു സാധാരണ കുടുംബ കലഹത്തിനപ്പുറം അതീവ രഹസ്യമായും ക്രൂരമായും ആസൂത്രണം ചെയ്ത ഒന്നായിരുന്നു സൗമ്യ രഞ്ജൻ സമാലിന്റെ കൊലപാതകം. സൗമ്യ രഞ്ജൻ സമാലിന്റെ ഭാര്യ ശുഭശ്രീ ബെഹ്റ ഭുവനേശ്വറിൽ ഒരു ബ്യൂട്ടി പാർലർ നടത്തി വരികയായിരുന്നു. തന്റെ സുഹൃത്തായ പതിപ്രവ പ്രിയദർശിനിയുമായി ശുഭശ്രീക്ക് അടുത്ത ബന്ധമുണ്ടായിരുന്നു. ഈ സൗഹൃദത്തിലൂടെയാണ് പതിപ്രവയുടെ സഹോദരനും ഡ്രൈവറുമായ തപൻ ഖില്ലാറുമായി ശുഭശ്രീ അടുപ്പത്തിലാവുന്നത്. അധികം വൈകാതെ ഈ സൗഹൃദം ഒരു പ്രണയമായി മാറി. കഴിഞ്ഞ മാസം തപൻ ഖില്ലാർ ശുഭശ്രീയോട് വിവാഹാഭ്യർത്ഥന നടത്തി. എന്നാൽ വിവാഹിതയായ തനിക്ക് ഭർത്താവിൽ നിന്ന് നിയമപരമായ മോചനം ലഭിക്കാതെ മറ്റൊരു വിവാഹം സാധ്യമല്ലെന്ന് ശുഭശ്രീ തപനെ അറിയിച്ചു. തുടർന്ന് ഇരുവരും ചേർന്ന് സൗമ്യരഞ്ജനെ വിവാഹമോചനം ആവശ്യപ്പെടാൻ തീരുമാനിച്ചു. ശുഭശ്രീ തന്റെ ഭർത്താവിനോട് പലതവണ വിവാഹമോചനം ആവശ്യപ്പെട്ടെങ്കിലും സൗമ്യരഞ്ജൻ അതിന് തയ്യാറായില്ല. കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായിരുന്നു അദ്ദേഹം ആഗ്രഹിച്ചിരുന്നത്. എന്നാൽ ഈ വിസമ്മതം തന്റെ പുതിയ ജീവിതത്തിന് തടസ്സമാണെന്ന് കരുതിയ ശുഭശ്രീ ഭർത്താവിനെ വഴിയിൽ നിന്ന് നീക്കം ചെയ്യാൻ കാമുകനുമായി ചേർന്ന് ഗൂഢാലോചന നടത്തുകയായിരുന്നു. വെറുമൊരു കൊലപാതകത്തിന് പകരം പിടിക്കപ്പെടാത്ത രീതിയിൽ അത് നടപ്പിലാക്കാനാണ് പ്രതികൾ ശ്രമിച്ചത്. കൊലപാതകത്തിനായി തോക്ക് വാങ്ങുന്നതിനും മറ്റുമായി 49,000 രൂപയോളം പ്രതികൾ സമാഹരിച്ചു. തപന്റെ സഹോദരി പതിപ്രവയാണ് ഈ തുക ഗൂഢാലോചനയുടെ ഭാഗമായി കൈമാറിയത്. തോക്ക് നിർമ്മിച്ചു നൽകാൻ സ്വരാജ്, അങ്കിത് എന്നിവരെ തപൻ ഖില്ലാർ ബന്ധപ്പെട്ടു. അവർ എത്തിച്ചു നൽകിയ നാടൻ തോക്ക് ഉപയോഗിച്ചാണ് തപൻ സൗമ്യയെ വധിച്ചത്. ഭർത്താവ് വിവാഹമോചനത്തിന് സമ്മതിക്കാത്തതിലുള്ള പകയും കാമുകനോട് ജീവിക്കാനുള്ള തീവ്രമായ ആഗ്രഹവുമാണ് ശുഭശ്രീയെ ഇത്തരമൊരു കടുത്ത തീരുമാനത്തിലേക്ക് നയിച്ചതെന്ന് പോലീസ് വ്യക്തമാക്കുന്നു. കഴിഞ്ഞ ബുധനാഴ്ച രാത്രി സൗമ്യരഞ്ജൻ പുറത്തുപോയ സമയം നോക്കിയാണ് തപൻ പദ്ധതി നടപ്പിലാക്കിയത്. ബൈക്കിലെത്തിയ തപൻ സൗമ്യയെ റോഡിൽ വെച്ച് തടയുകയും തൊട്ടടുത്ത് നിന്ന് വെടിയുതിർക്കുകയും ചെയ്തു. സൗമ്യ രക്തത്തിൽ കുളിച്ച് വീണതോടെ തപൻ ഉടൻ തന്നെ സ്ഥലത്ത് നിന്ന് കടന്നു കളഞ്ഞു. ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ഗുരുതരമായി പരിക്കേറ്റ സൗമ്യ മരണത്തിന് കീഴടങ്ങി. കൃത്യം നടത്തിയതിനു ശേഷം നാടൻ തോക്ക് നഗരത്തിലെ മെഡിക്കൽ കോളേജിന് സമീപമുള്ള വിജനമായ കുറ്റിക്കാട്ടിൽ ഉപേക്ഷിച്ചു. എന്നാൽ പോലീസിന്റെ ശാസ്ത്രീയമായ അന്വേഷണത്തിലും CCTV ദൃശ്യങ്ങളുടെ സഹായത്തിലും ഈ തോക്കും പ്രതികൾ ഉപയോഗിച്ച ബൈക്കും കണ്ടെടുക്കാൻ സാധിച്ചു. സംഭവസ്ഥലത്തെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ച പോലീസിന് കൊലയാളി എത്തിയ ബൈക്കിനെ കുറിച്ച് സൂചന ലഭിച്ചു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ തപൻ ഖില്ലാറെ തിരിച്ചറിയുകയും കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തു. തപനെ ചോദ്യം ചെയ്തതോടെയാണ് ശുഭശ്രീയും സഹോദരിയും ഉൾപ്പെട്ട ഗൂഢാലോചന പുറത്തു വന്നത്. തുടർന്ന് ഭാര്യ ശുഭശ്രീ, തപൻ, സഹോദരി പതിപ്രവ, തോക്ക് നൽകിയ സ്വരാജ്, അങ്കിത് എന്നിങ്ങനെ 5 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഒരുമിച്ച് ജീവിക്കേണ്ടവർ തന്നെ മരണത്തിന് വിട്ടുകൊടുക്കുന്ന അവസ്ഥ എത്രത്തോളം ഭീകരമാണെന്ന് ഈ സംഭവം ഓർപ്പിക്കുന്നു. വിവാഹമോചനം എന്ന നിയമപരമായ മാർഗത്തിന് ഭർത്താവ് തയ്യാറായില്ലെങ്കിൽ അതിന് പരിഹാരം കാണേണ്ടത് നിയമത്തിലൂടെയായിരുന്നു, തോക്കിലൂടെയല്ല.